സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് രണ്ട് വാർത്തകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ ഒരു രംഗമുണ്ടായി. അത് അവിടെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കുറ്റവാളികളാൽ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തപ്പോൾ ഒരു MLA പറഞ്ഞു, കേരളത്തിൽ നിന്ന് മയക്കുമരുന്നുകൾ വരുന്നു എന്ന്. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ മയക്കുമരുന്ന് ഭൂപടത്തിൽ നമുക്ക് ഉണ്ട് എന്ന് പറയുന്ന സ്ഥാനം ഇവിടെ അത് വിതരണം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഇരകൾ ഇവിടെ ഉണ്ടാകുന്നു. നമ്മളുടെ യുവതലമുറ അതിന് വഴിപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു ആവലാതിയുടെ സ്ഥാനം മാത്രമാണുള്ളത്. ഇപ്പോഴിതാ സംസ്ഥാനാന്തര മയക്കുമരുന്ന് വിപണനം നടത്തുന്ന ഏജൻസികൾ, സെൻറ്റേഴ്സ്, ഡീലേഴ്സ് കേരളത്തിൽ ഉണ്ട് എന്ന് അന്യസംസ്ഥാനത്തെ നിയമസഭയിൽ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നു. അതുകൂടി വരുമ്പോൾ ഈ കേസ് ഇങ്ങനെ വിട്ടാൽ മതിയോ? 7 ജില്ലകളിലെങ്കിലും ഇവർക്ക് ബന്ധമുണ്ട്, കടന്നുപോയ ജില്ലകളിലെങ്കിലും ഇവർക്ക് ബന്ധമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. എല്ലാ ജില്ലകളിൽ നിന്നും അവർക്ക് ഉന്നത ബന്ധം ചൂണ്ടിക്കാണിച്ച് മറികടന്ന് പോകാൻ കഴിഞ്ഞു എന്ന വാർത്ത വന്നു. ഒരു ജില്ലയിൽ അവരുടെ നിർഭാഗ്യം കൊണ്ട് അത് അവസാനിച്ചു. അപ്പോഴാണ് ഈ കേസ് നമുക്ക് മുമ്പിൽ വന്നത്. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ, തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ആവലാതി ഉയരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് കാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? സജീവൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇത് കൂട്ടിച്ചേർക്കുക? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കളിപ്പോൾ പറഞ്ഞ തമിഴ്നാട്ടിലെ ഒരു MLA ഉന്നയിച്ചിട്ടുള്ള ആരോപണം. അത് വെറുതെ പറയുന്നില്ല. ഇപ്പോൾ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വളരെയധികം സാധ്യതകളുണ്ട്. ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് പിടികൂടിയിട്ടുള്ള ഈ മയക്കുമരുന്ന് വേട്ട നടത്തിയിട്ടുള്ള മയക്കുമരുന്ന് വേട്ടയുടെ എണ്ണം തന്നെ നോക്കിയാൽ അറിയാമല്ലോ. അത്രയും സ്വാധീനമുള്ളതാണ് ഈ മേഖലയ്ക്ക്. മാത്രമല്ല, രാഷ്ട്രീയ സ്വാധീനം കൂടി ഉണ്ടെങ്കിൽ എന്തുമാവാം. ഇപ്പോൾ കാസർഗോഡ് പിടിയിലായിട്ടുള്ള ഈ പ്രതികൾ 7 ജില്ലകളിൽ മാത്രമല്ല അവരുടെ ബന്ധം, അതിനപ്പുറത്തേക്കാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അവരുടെ വ്യാപ്തി എത്രമാത്രമുണ്ട്, സംസ്ഥാനത്തിനകത്ത് നിന്ന് പുറത്തേക്കുണ്ടോ, അതല്ലെങ്കിൽ മറ്റ് വിദേശങ്ങളിലേക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. കാരണം കേരളം ഒരു മയക്കുമരുന്ന് ഹബ്ബാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കടൽ മാർഗമുള്ള വരവ്, അങ്ങനെ പല രീതിയിലൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വേട്ട നടത്തുന്ന ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പേരിട്ടു. അതിൻ്റെ പേര് കുറേ ആളുകൾ പിടിക്കുന്നു. അപ്പോൾ പിടികൂടിയ കേസുകളുടെ എണ്ണം അത്രയുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് കഞ്ചാവ്, കുറച്ച് വളരെ കുറഞ്ഞ MDMA തുടങ്ങിയിട്ടുള്ള കേസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ന്യായീകരിക്കില്ല, അതുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രശ്നമുള്ളത് ഈ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റെജി ഇവിടെ സംസാരിച്ചപ്പോൾ താങ്കൾ നേരത്തെ ഉന്നയിച്ച, ഞാൻ പറഞ്ഞ, അനിൽകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതിനൊന്നുള്ള മറുപടി വന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? ഇപ്പം നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ക്രൂരമായിട്ട് മർദ്ദനമേറ്റതിൻ്റെ ആ സമയത്ത് അറിയാതെ വിളിച്ചു പോയതാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതല്ല എന്നതിൻ്റെ തെളിവുകൾ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ. നവകേരള സദസ്സിന് മുമ്പും അതുമായിട്ടും അടുത്ത ബന്ധമുണ്ടെന്നുള്ള തെളിവുകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയണം. മാത്രമല്ല, ഇപ്പം പിന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ വെറുതെ ആരോപണം ഉന്നയിക്കുക ആണെങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനെങ്കിലും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് കൃത്യമായിട്ടും, ഈ പിടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് കൃത്യമായിട്ടും അന്വേഷിപ്പിക്കുക, നോഡൽ ഓഫീസർ അതിന് കൃത്യമായിട്ടുണ്ടാവുക. ഇതൊക്കെ ഒരു കേസ് ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം, 24 മണിക്കൂർ എടുത്തുകൊണ്ട് പോലീസിന് ചോദ്യം ചെയ്തിട്ട് ഈ പ്രതികളിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിക്കാം. അതിന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയാൽ മതി. പക്ഷേ വളരെ പെട്ടെന്ന് ഇത്രയും തിടുക്കപ്പെട്ടതിന് 7 മണിക്കൂർ കൊണ്ട് വരെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇടേണ്ട കാര്യം എന്താണുള്ളത്? അതൊരു പ്രധാനപ്പെട്ട സംശയമല്ലേ? അത്തരം സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അപ്പോഴേക്കും മൊത്തമായിട്ടൊരു വലിയൊരു കേസുകൾ ഇത്ര പിടിച്ചു, അതിനെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അത്തരം കേസുകളിലൊക്കെ NPCനെ നേരത്തെ പറഞ്ഞ പോലെ അതിനൊക്കെ കർക്കശമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള ഇത്രയും കേസുകളിൽ ആ കേസുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസ് ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ, അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി ഇവർക്ക് ഇതിൻ്റെ പങ്കാളിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ,
പ്രത്യേകിച്ച് സാധാരണ ഒരു ക്രിമിനൽ പ്രവർത്തനം പോലെയല്ല ഈ മയക്കുമരുന്ന് MDMA പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക അല്ലെങ്കിൽ വിപണനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവതയെ വളരെ ഭീകരമായ രൂപത്തിൽ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. ബാക്കിയുള്ള മുഴുവൻ കേസുകളും മാറ്റിവെച്ചാൽ പോലും ഇതിൽ വളരെ കൃത്യമായിട്ട് വരണം. അതുണ്ടാവുന്നില്ല. പോലീസ് കസ്റ്റഡിയിൽ ഇത്ര ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നില്ല. പോലീസ് എന്താ ഒന്നും അറിയണ്ടേ? ഇവർക്കുള്ള ബന്ധങ്ങൾ എന്തെല്ലാമാണ് എന്ന് വ്യാപകമായി കണ്ടെത്തണം. അല്ലാതെ ഞങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്നാണോ അർത്ഥം? അങ്ങനെ വെച്ചാൽ പോലീസ് പറയണം ഇനി ഒന്നും തേടാനില്ല, ഇവരെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അതാണ് നേരത്തെ അനിൽകുമാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്തി സ്മാർത്ഥ വിചാരം എത്തി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ തടയപ്പെടുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് അപകടകരമായ കാര്യമാണ്. നിങ്ങൾ എത്ര കേസ് പിടിച്ചാലും ആ കേസിൻ്റെ ഇതിലൊന്നും നിൽക്കില്ല. ഇനി വേറൊരു കാര്യം, ഇതേ സംഭവം ഈ LDFൻ്റെ കാലത്താണ് ഉണ്ടായത് നോക്കിയാൽ, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായതെങ്കിൽ ഇതേ രീതിയിൽ റജി ഉൾപ്പെടെയുള്ള ആളുകൾ ശരിയാണ്, അതൊക്കെ അത് കാര്യമാക്കേണ്ടതില്ല, അത് അതിന് വഴിക്ക് പോയിക്കോളും എന്ന രീതിയിൽ ഒരു ന്യായീകരണം നടത്തുമോ? ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത്തരം ചർച്ചകളൊക്കെ നമ്മൾ പങ്കെടുത്താണല്ലോ. അപ്പോഴൊക്കെ അതിരൂക്ഷമായിട്ടും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ പറയുന്നു. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഞാൻ ഈ എന്താണ് നവകേരള സദസ്സിൻ്റെ ഇതിൽ അടികൊണ്ട ആളുകളെ മുഴുവൻ വിളിക്കുന്നു, അപ്പോൾ അദ്ദേഹം കിടപ്പിലായപ്പോൾ എന്നുള്ളത് NPCയോട് പറഞ്ഞല്ലോ, എവിടെ കിടന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് പിന്നീട് അദ്ദേഹത്തിന് വീട്ടിൽ പോകുന്നു. എത്ര നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് മർദ്ദനമേറ്റു എന്ന് പറയപ്പെടുന്ന എത്ര ആളുകളുടെ വീട്ടിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് പോയിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഇതുണ്ടാവും. ഇവർക്ക് സ്വാധീനം, ഇവർ ഈ VIP-കളുമായിട്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സഹവസിക്കുന്നതിൻ്റെ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടാൽ അറിയാം എത്രമാത്രം അടുപ്പമുണ്ട്. അതിനർത്ഥം ഞാനിപ്പോഴും പറയുന്നു, മുഖ്യമന്ത്രി ഇതിന് പങ്കാളിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം ഇത്തരം ക്രിമിനലുകൾ എപ്പോഴും ചെയ്യുക വെച്ചാൽ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ വിപണന മേഖല വളരെ വിപുലമാക്കും, രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂട്ടും. ഇനി പിടിക്കപ്പെട്ടാൽ പോലും അവർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെട്ട് പോരാനുള്ള വഴി പോലും അവർ ഒരുക്കുന്നത് ഇതുകൊണ്ടാണ്. അങ്ങനെ വഴിയൊരുങ്ങിയോ, അങ്ങനെ വഴിയൊരുക്കപ്പെട്ടോ, ആരെങ്കിലും അവർക്ക് വഴിയൊരുക്കാൻ വേണ്ടി തയ്യാറായോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ സാധാരണക്കാരുള്ള ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. അതിനാണ് കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ടത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനേ പാടില്ല. നിങ്ങൾ മൊത്തമായിട്ടുള്ള പിടിച്ചതിന് കണക്കുകൾ പറയൂ, അത് വെച്ചുകൊണ്ടുള്ള ചർച്ചയാവാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇനി വേറെ ഏതെങ്കിലും ആളുകളുമായിട്ടല്ല, ഏതെങ്കിലും പണക്കാരനുമായിട്ടുള്ള ബന്ധമല്ല പറയുന്നത്. ഇവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള അടുപ്പമാണ്. ആ അടുപ്പം ക്രിമിനൽ ഈ നടപടികളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, അവർ എത്രമാത്രം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയേണ്ടത് പൊതുജനത്തിൻ്റെ ആവശ്യം തന്നെയാണ്.